ഹായ് ഫ്രണ്ട്സ്, ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റായി നമുക്ക് ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ജസ്റ്റ് godaddy.com. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് തന്നെയാണ് ഗോഡാഡി ഒഫീഷ്യൽ സൈറ്റ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ സൈനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും മേലെ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ യൂസറും ന്യൂ കസ്റ്റമറും രണ്ടുണ്ട്. നമുക്ക് രജിസ്റ്റർ യൂസറെ നമുക്ക് റിന്യൂ ചെയ്യാനുള്ളതാണ്. അപ്പോൾ രജിസ്റ്റർ യൂസർ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. യൂസർ നെയിമും ഓർ കസ്റ്റമർ ID വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ വഴി ലോഗിൻ ചെയ്യാം. നമ്മൾ ഗൂഗിൾ വഴി ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇമെയിൽ വഴി ലോഗിൻ ചെയ്യുന്നത്. ഇപ്പോൾ ലോഗിൻ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഗോഡാഡി നമ്മുടെ വെബ്സൈറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ, നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും, റിന്യൂ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഡൊമൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. റിന്യൂ നൗ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് 1 year, 2 year, 3 year, 5 year എല്ലാം നമുക്ക് റിന്യൂ ചെയ്യാം. ജസ്റ്റ് 1 year ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇവിടെ 11.99 കാണിക്കുന്നത് $. ക്രെഡിറ്റ് കാർഡ്, നമ്മുടെ കാർഡ് വെച്ചെല്ലാം അത് പേയ്മെൻറ്റ് പേപ്പാൽ വഴിയെല്ലാം പേയ്മെൻറ്റ് നടത്താനാണ് ഇതിൽ ഓപ്ഷൻ ഉള്ളൂ ഇപ്പോൾ. അപ്പം നമുക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഓപ്ഷൻ കാണുന്നില്ല, പേടിക്കണ്ട. നമുക്ക് നെറ്റ് ബാങ്കിങ് ചെയ്യാം. എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ കാണിക്കുന്ന USD, അതായത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൺട്രി എല്ലാം മാറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ജസ്റ്റ് നമുക്ക് ഓൺലൈൻ ബാങ്ക് കിട്ടുമെന്ന് നോക്കാം, എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. ജസ്റ്റ് താഴെ USD എന്ന് കാണുന്നത് അത് INR മാറ്റി കൊടുക്കുക. ഇപ്പോൾ INR മാറ്റിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് 599 599 രൂപയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ചെക്കൗട്ട് ഒന്ന് കൊടുത്തു നോക്കാം, എന്താ വരുന്നതെന്ന് നോക്കാം. മാറ്റം കണ്ടോ? നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, വാലറ്റ്, അതർ പേയ്മെൻറ്റ് മെത്തേഡ്, ഒട്ടനവധി പേയ്മെൻറ്റ് മെത്തേഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് മെത്തേഡ് വഴി നിങ്ങൾക്ക് റിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുകയാണ്. ഒന്ന് നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് നെറ്റ് ബാങ്കിങ്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ടാക്സ്, ഇതെല്ലാം ടാക്സ് ഫീസ് ഇതെല്ലാം ചേർത്ത് 706.82 രൂപ ഉണ്ട്. ജസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് പർച്ചേസ് എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ബാങ്കാണോ ബാങ്ക് പേജ് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ വരും. ഇതുവഴി നമുക്ക് കംപ്ലീറ്റ് റിന്യൂ ചെയ്യാൻ പറ്റും.